ഹായ് ഗൈസ്, അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിലഹരി ശിവദാസ്, എന്തും പറയും രാജകുമാരൻ. ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും വയറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പം സാധാരണ സെലോ ടാപ്പ് ചുറ്റിയാൽ വെക്കാറ്. അതൊരിക്കലും അത്ര പെർഫെക്റ്റ് ആവാറില്ല. അല്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പശയൊക്കെ വന്നിട്ടൊരു വൃത്തികേടാവും. അതിൻ്റെ സൊല്യൂഷനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ആദ്യം നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ ഉള്ളിലെ കമ്പി പുറത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആ ഷീൽഡ് രണ്ടിനെ റിമൂവ് ചെയ്യണം. എല്ലാ ഇലക്ട്രിക്കൽ വയറുകളിലും ഒന്നെങ്കിൽ ചെമ്പ് കമ്പി അല്ലെങ്കിൽ അലുമിനിയം കമ്പി ആയിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെമ്പ് കമ്പിയാണ് എപ്പോഴും ഒരു ഇലക്ട്രിക് കണ്ടക്ടറായിട്ട് ഏറ്റവും നല്ല മീഡിയ. സോ നമുക്കത് രണ്ടും ഒരേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതാണ് തെർമൽ ഷീൽഡ്. ഈ ഷീൽഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിയുമ്പം ഇതിന് ഉള്ളിലിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് ഇവനങ്ങ് കൂടിച്ചേരും. ഒരു ഇൻസുലേഷൻ ടേപ്പിന് അല്ലെങ്കിൽ സെലോ ടേപ്പിന് പകരം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക ഈ സാധനം. ഇപ്പോൾ വയറിനുള്ളിലെ കമ്പികളെ ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണം. ഡിവൈഡ് ചെയ്തെടുക്കുക. രണ്ടിലെയും ഇങ്ങനെ ഏകദേശം പകുതി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മറ്റേ വയറിലെയും ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ തമ്മിൽ രണ്ടും പിരിച്ചെടുക്കാം. ഇതെങ്ങനെ രണ്ടും ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ശേഷം നമുക്ക് രണ്ട് സൈഡിലേക്ക് മടക്കി വെക്കാം. നമ്മൾ വയറിൻ്റെ പീസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഷീൽഡ് തൽക്കാലം പുറകിൽ കൂടെ ഇടുന്നു. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് കയറ്റി വെക്കണം. ഇങ്ങനെ കയറ്റിയ ശേഷം ലൈറ്ററോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കൊള്ളി എന്തെങ്കിലും ഉരച്ചിട്ട് ഹീറ്റ് എന്തെങ്കിലും ടൈപ്പായിട്ട് ഹീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോവർ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒട്ടിച്ചേരും. ഇങ്ങനെ ഉരുക്കി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ആ വയറിൻ്റെ മുകളിൽ കൂടെ പോയിരിക്കുന്ന ഇൻസുലേഷൻ്റെ പുറത്തേക്കും കൂടി ഇതങ്ങ് ചേർന്നിരിക്കും. ഞാനെപ്പോഴും രണ്ട് ഷീൽഡിങ് കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇതിൻ്റെ കമ്പി എങ്ങാനും കുത്തി ചെറുതായിട്ട് പുറത്തേക്ക് ഷോക്ക് അടിക്കും. അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇളകി വരത്തുമില്ല, പെർഫെക്റ്റ് ആയിട്ടങ്ങ് ഇരുന്നോളും. പിന്നെ അതിനെ ആ വശത്തേക്ക് നമ്മൾ പിന്നെ നോക്കേണ്ടി വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ മറ്റുള്ള വീഡിയോസ് പോയി കാണണം. അടിപൊളി ഇൻഫർമേഷൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും.